ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക സാമ്പത്തിക ഭൂപടത്തിൽ അയോധ്യ എന്ന പുരാതന നഗരം ഇന്ന് പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനോടനുബന്ധിച്ച് രാജ്യമെങ്ങും ഉയർന്ന ആവേശത്തിന്റെ പതാക കേവലം ഒരു വിശ്വാസത്തിന്റെ പ്രതീകം എന്നതിലുപരി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന സ്വപ്നത്തിലേക്കുള്ള ദിശാസൂചിക കൂടിയാണ്. ഒരു കാലത്ത് താജ്മഹലും വാരണാസിയുമായിരുന്നു യുപിയുടെ ടൂറിസം സാധ്യതകളുടെ മുഖമുദ്രയെങ്കിൽ ഇന്ന് അയോധ്യ അതിനെയെല്ലാം പിന്തള്ളി സംസ്ഥാനത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്ന നഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 2023 5.75 കോടി തീർത്ഥാടകരെത്തിയ സ്ഥാനത്ത് 2024 അത് 16 കോടിയായും 2025 ആദ്യ 6 മാസത്തിൽ മാത്രം 23 കോടിയായും കുതിച്ചുയർന്നത് ഈ പരിവർത്തനത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സന്ദർശകരുടെ എണ്ണത്തിലെ ഈ വൻ വർധനവ് സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക വിപ്ലവത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഒരു നഗരത്തിന്റെ വികസനം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. അയോധ്യയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. 2031 അയോധ്യയുടെ സമഗ്ര വികസനത്തിനായി 85,000 കോടി രൂപ ചെലവിടാനാണ് UP സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇതിന്റെ ആദ്യഘട്ടമായി 2150 കോടി രൂപയുടെ നിക്ഷേപം നടപ്പിലാക്കി കഴിയുകയും ചെയ്തു. ഈ നിക്ഷേപം സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ 18% വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്തു എന്നത് പദ്ധതിയുടെ സാമ്പത്തികപരമായ പ്രായോഗികതയെ സൂചിപ്പിക്കുന്നു. $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് UPയെ നയിക്കാൻ അയോധ്യയെ തുറുപ്പുചീട്ടാക്കാനുള്ള പ്രധാന കാരണം അതിന്റെ സാമ്പത്തിക ഗുണനഫലമാണ്. തീർത്ഥാടകരുടെ വൻ പ്രവാഹം ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ഊർജം പകരുന്നത്. റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനം, ജലവിതരണ ശുചീകരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, സ്മാർട്ട് സിറ്റി പദ്ധതികൾ എന്നിവയെല്ലാം ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനം നിർമ്മാണ മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അയോധ്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും ദൃശ്യമായ മാറ്റങ്ങൾ സംഭവിച്ചത് റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ്. തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും എണ്ണം വർദ്ധിച്ചതോടെ ഭൂമിയുടെ വില കുതിച്ചുയർന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം 70-ലധികം പുതിയ ഹോട്ടൽ ശൃംഖലകളാണ് അയോധ്യയിൽ സാന്നിധ്യം അറിയിച്ചത്. ഇന്ത്യൻ ഹോട്ടൽസ്, മാരിയറ്റ്, റെസിഡൻസ്, ലെമൺ ട്രീ തുടങ്ങിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ബ്രാൻഡുകൾ അയോധ്യയിൽ നിക്ഷേപം നടത്തുന്നത് നഗരത്തിന്റെ ടൂറിസം സാധ്യതകളിലുള്ള അവരുടെ വിശ്വാസ്യതയാണ് കാണിക്കുന്നത്. സാധാരണ തീർത്ഥാടകർ മുതൽ ആഡംബര യാത്രികർ വരെ ലക്ഷ്യമിടുന്ന വൈവിധ്യമാർന്ന താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഹോട്ടലുകൾ നേരിട്ട് നൽകുന്ന തൊഴിലവസരങ്ങൾ കൂടാതെ ശുചീകരണം, സുരക്ഷ, പ്രാദേശിക വിതരണ ശൃംഖലകൾ തുടങ്ങിയ മേഖലകളിലും വൻതോതിൽ ബിസിനസ് സാധ്യതകൾ തുറക്കുന്നു. നിലവിൽ ടൂറിസത്തിലൂടെ പ്രതിവർഷം ശരാശരി 10,000 കോടി രൂപയാണ് വരുമാനമായി അയോധ്യ നേടുന്നത്. ഈ വളർച്ചാ നിരക്ക് നിലനിർത്താനായാൽ 2028 ഇത് 18,000 മുതൽ 20,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ ടൂറിസം വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഇനി അയോധ്യയിൽ നിന്നായിരിക്കും. UPയുടെ ടൂറിസം വരുമാനം 2028 70,000 കോടി രൂപ കടക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിൽ 25% സംഭാവന ചെയ്യുക ഈ പുണ്യനഗരിയായിരിക്കും. അയോധ്യയുടെ വികസനം കേവലം സാമ്പത്തിക നേട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നഗരത്തെ ഒരു ലോകോത്തര ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകുന്നുണ്ട്. യോഗി സർക്കാരിന്റെ ഒരു സുപ്രധാന ലക്ഷ്യം 2031 അയോധ്യയെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നഗരമാക്കി മാറ്റുക എന്നതാണ്. സോളാർ സിറ്റി പദവി ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പരിസ്ഥിതി സൗഹൃദപരമായ വികസന കാഴ്ചപ്പാടിന്റെ സൂചന കൂടിയാണ്. സോളാർ വൈദ്യുതോൽപാദനത്തിൽ UP അടുത്തിടെ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുന്നതിൽ അയോധ്യയുടെ പങ്കും വലുതാണ്. മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും പിന്നിൽ UP എത്തിച്ചേർന്ന ഈ നേട്ടം സംസ്ഥാനത്തിന്റെ ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. കൂടാതെ ഉത്തർപ്രദേശിലെ 17 സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ 1ാം സ്ഥാനത്തും അയോധ്യ തന്നെ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുക, മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, പൊതുസേവനങ്ങൾ ഓൺലൈനാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നഗരം കൈവരിക്കുന്നത്. ക്ഷേത്ര നഗരിയുടെ പാരമ്പര്യത്തെ നവീന സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കാനുള്ള ശ്രമം അഭിനന്ദനാർഹമാണ്. വൻകിട ഹോട്ടലുകളും റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും വരുമ്പോൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്കകൾ ചിലപ്പോൾ ഉയരാറുണ്ട്. എന്നാൽ അയോധ്യയിൽ ഈ വളർച്ച പ്രാദേശിക വ്യാപാരികൾക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. സുവനീറുകൾ, കരകൗശല വസ്തുക്കൾ, പൂജാ സാധനങ്ങൾ, പ്രാദേശിക ഭക്ഷണം എന്നിവ വിൽക്കുന്നവർക്കെല്ലാം സഞ്ചാരികളുടെ വൻ ഒഴുക്ക് കാരണം കച്ചവടത്തിൽ ഗണ്യമായ വർധനമുണ്ടായി. 1.5 കോടിയിലേറെ പേർ സന്ദർശിച്ച മഹാകുംഭമേള പോലുള്ള വലിയ സംഭവങ്ങൾ പ്രാദേശിക കച്ചവടക്കാർക്ക് എത്രത്തോളം വരുമാനം നേടിക്കൊടുക്കുന്നു എന്നതിന് ചരിത്രപരമായ ഉദാഹരണങ്ങളുമുണ്ട്. അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നതും അതുതന്നെയാണ്.
രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, രുചികരമായ പ്രാദേശിക പലഹാരങ്ങൾ, പരമ്പരാഗത കൈത്തൊഴിലുകൾ എന്നിവയെല്ലാം ഇവിടെ വലിയ ഡിമാൻഡിലാണ്. ഇത് പ്രാദേശിക ജനതയ്ക്ക് അവരുടെ പാരമ്പര്യത്തിലും വൈദഗ്ധ്യത്തിലും ഊന്നിയുള്ള വരുമാനം നേടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിന് 2029 $1 ട്രില്യൺ, അതായത് ഏകദേശം 89 ലക്ഷം കോടി രൂപ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്ന യോഗി സർക്കാരിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. നിലവിൽ സംസ്ഥാനത്തിന്റെ GDP-യിൽ അയോധ്യയുടെ സംഭാവന 1.5%. എന്നാൽ ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണം എന്നീ മേഖലകളിൽ വളർച്ചാ നിരക്ക് വിലയിരുത്തുമ്പോൾ ഈ ശതമാനം വരും വർഷങ്ങളിൽ കുത്തനെ വർദ്ധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അയോധ്യയുടെ വികസനം ഒരു കേവലമായ നഗരവികസനത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രൊഫൈലിനെ പരിവർത്തനം ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡിയായി മാറുകയാണ്. ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളെ സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിനുകളായി എങ്ങനെ മാറ്റണമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകദേശം 5000 കോടി രൂപ ചെലവിട്ട് അയോധ്യയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതോടെ നഗരത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കും. ജനസംഖ്യയും അതിനനുസരിച്ച് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 11 ലക്ഷത്തോളമുള്ള ജനസംഖ്യ 2031 24 ലക്ഷവും 2047 34 ലക്ഷവും കവിയുമെന്നാണ് കണക്കുകൾ. ഈ ജനസംഖ്യാ വർധനവ് പുതിയ വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും അത് പുതിയ ബിസിനസ് സാധ്യതകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ ഊർജ്ജം നൽകും. അയോധ്യ ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റ് കൂടിയാണ്. താജ്മഹലിനെയും വാരണാസിയെയും പിന്തള്ളിയുള്ള ഈ കുതിച്ചുചാട്ടം വിശ്വാസവും പൈതൃകവും ആധുനിക സാമ്പത്തിക വളർച്ചയും കൈകോർക്കുമ്പോൾ സംഭവിക്കാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. യോഗി സർക്കാരിന്റെ $1 ട്രില്യൺ സ്വപ്നത്തിലേക്കുള്ള പാതയിൽ അയോധ്യ ഒരു വഴിവിളക്കായി തിളങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ മാറ്റങ്ങൾ പ്രാദേശിക ജനതയുടെ ജീവിത നിലവാരം ഉയർത്താനും UP-യുടെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം.